നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് LPG eKYC അഥവാ മസ്റ്ററിംഗ്. പല ഗ്യാസ് ഏജൻസികളും ഉപഭോക്താക്കളെ നേരിട്ട് ബന്ധപ്പെടുകയും eKYC പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്? ആരൊക്കെയാണ് ചെയ്യേണ്ടത്? ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. LPG eKYC അഥവാ മസ്റ്ററിംഗ് എന്നത് മറ്റൊന്നുമല്ല, ഗ്യാസ് കണക്ഷൻ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ പേരിലാണെന്ന് ആധാർ ബയോമെട്രിക് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്ന നടപടിയാണ് ഇത്. രാജ്യത്തുടനീളമുള്ള LPG ഉപഭോക്താക്കളുടെ വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കുകയും വ്യാജ കണക്ഷനുകളും ഡ്യൂപ്ലിക്കേറ്റ് കണക്ഷനുകളും ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയം, എല്ലാവരും നിർബന്ധമായും eKYC വീണ്ടും ചെയ്യണോ? അതിൻ്റെ ഉത്തരം ഇല്ല. നിങ്ങൾക്ക് ഇതിനകം eKYC പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട സാഹചര്യം ഇല്ല. എന്നാൽ ഇതുവരെ eKYC ചെയ്യാത്ത ഉപഭോക്താക്കളോട് ഗ്യാസ് കമ്പനികൾ അത് പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ eKYC നിലവിലെ സ്ഥിതി എന്താണെന്ന് ആദ്യം ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എവിടെയാണ് eKYC ചെയ്യേണ്ടത്? നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനിയുടേതായാലും, ഇന്ത്യൻ, ഭാരത് ഗ്യാസ് അല്ലെങ്കിൽ HP ഗ്യാസ്, ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി ബയോമെട്രിക് പരിശോധനയിലൂടെ KYC പൂർത്തിയാകാം. ചില സ്ഥലങ്ങളിൽ ഡെലിവറി ജീവനക്കാരുടെ സഹായത്തോടെയും ഈ സേവനം ലഭ്യമാകുന്നുണ്ട്. ചില കമ്പനികൾ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴി ഫേസ് ഓതൻറ്റിക്കേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ റദ്ദാക്കും, ഉടൻ സബ്സിഡി നിർത്തും. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കണ്ടാൽ ആദ്യം ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ കണക്ഷനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടുന്നത് മാത്രമാണ്. അതുപോലെ മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ്. eKYCയുടെ പേരിൽ വ്യാജ ഫോൺ കോളുകളും സന്ദേശങ്ങളും വരാൻ സാധ്യതയുണ്ട്. ബാങ്ക് OTP, ATM പിൻ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇവ ആവശ്യപ്പെടുന്ന ആരെയും വിശ്വസിക്കരുത്. ഗ്യാസ് കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളും ഇത്തരം രഹസ്യ വിവരങ്ങൾ ഫോൺ വഴി ഒരിക്കലും ആവശ്യപ്പെടാറില്ല. അതുകൊണ്ട് തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കുക. വീട്ടിലെ മുതിർന്നവരുടെ പേരിലായിരിക്കും പല വീടുകളിലും LPG കണക്ഷൻ ഉള്ളത്. അവർക്ക് eKYC സംബന്ധിച്ച കാര്യങ്ങൾ അറിയണമെന്നില്ല. അതുകൊണ്ട് മക്കളും കുടുംബാംഗങ്ങളും ഈ വിവരം അവരെ അറിയിക്കുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുക. അതിനാൽ ചുരുക്കി പറഞ്ഞാൽ LPG eKYC അഥവാ മസ്റ്ററിംഗ് എന്നത് ഗ്യാസ് കണക്ഷൻ വിവരങ്ങൾ ശരിവയ്ക്കുന്ന ഒരു ഔദ്യോഗിക നടപടിയാണ്. നിങ്ങൾ ഇതുവരെ eKYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കുക. നിങ്ങൾ ഇതിനകം eKYC ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആദ്യം അത് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഉറപ്പാക്കുക. അനാവശ്യമായ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ഗ്യാസ്, റേഷൻ, പെൻഷൻ, സർക്കാർ പദ്ധതികൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ അറിയിപ്പുകൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.